ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്ക് കേരളത്തെക്കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നോക്കാം. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിൻ്റെ ജനസാന്ദ്രത 859 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 4.91%. കേരളത്തിൻ്റെ കടൽ ദൈർഘ്യം 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ അതിർത്തി കിഴക്ക് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് കിഴക്ക് കർണാടക, തെക്ക് കിഴക്ക് തമിഴ്നാട്. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളം. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. കേരളത്തിലെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം 20. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ ആദ്യത്തെ താലൂക്കുകളുടെ എണ്ണം 77. കേരളത്തിലെ നിലവിലുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ആകെ ജില്ലകൾ 14. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. കേരളത്തിലെ കോർപ്പറേഷനുകൾ 6. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 42% ഇടനാടാണ്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം മരുപ്രദേശം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാട്. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്റർ. കേരളത്തിലെ കിഴക്ക് ഭാഗമാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി മലനാട്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇടനാട്. ഇടനാടിൻ്റെ കിഴക്കേ അതിര് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്നും താഴെയായി നെൽകൃഷി ചെയ്യുന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 27. ഇന്ത്യയിലെ ആകെ വിസ്തീർണത്തിലെ എത്ര ശതമാനമാണ് കേരളം? 1.8. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21. ഇന്ത്യൻ ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് കേരളത്തിലെ ജനസംഖ്യ? 2.76%. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല എറണാകുളം. കേരളത്തിൽ ഏറ്റവും കുറവ് വ്യവസായ യൂണിറ്റുകളുള്ള ജില്ല വയനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല ആലപ്പുഴ. കേരള സർക്കാർ സംസ്ഥാന കയർ വർഷമായി ആചരിച്ച വർഷം 2010. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൻ്റെയും പ്രചരണത്തിൻ്റെയും കയറ്റുമതിയുടെയും പുരോഗതിക്കു വേണ്ടി കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച സ്ഥാപനം കയർ ബോർഡ്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായ ജില്ല ആലപ്പുഴ. ആദ്യത്തെ കയർ ഫാക്ടറിയുടെ പേര് ഡാറാസ് മിൽ, 1859. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കോട്ടയം.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. കേരളത്തിൽ കശുവണ്ടി ഫാക്ടറികൾ കൂടുതലുള്ള ജില്ല കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏതു വർഷമാണ്? AD 1859. കയർ മേഖലയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനം നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1994. NCRMIയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1969. കേരള കയർ ബോർഡ് സ്ഥാപിതമാകുന്ന വർഷം 1954. ആലപ്പുഴയിൽ കയർ ഫെഡ് സ്ഥാപിതമായ വർഷം 1979. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം കൈത്തറി. തിരുവനന്തപുരം നെയ്ത്തുശാല സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ല കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ളത് തിരുവനന്തപുരം. ഏറ്റവും കുറവ് കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല വയനാട്. കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ. കേരളത്തിൽ കൈത്തറി തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ തനിമ, കൃതിക. കേരളത്തിലെ വ്യവസായ നഗരം ഏത്? ആലുവ. കശുവണ്ടി വ്യവസായത്തിന് പ്രസിദ്ധമായ ജില്ല കൊല്ലം. കേരളത്തിൽ കശുവണ്ടി കൃഷി വ്യാപിപ്പിക്കുന്നതിനായി രൂപം നൽകിയ ഏജൻസി KSACC. KSACCയുടെ ആസ്ഥാനം കൊല്ലം. കശുവണ്ടി ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 5. കാപ്പെക്സിൻ്റെ ആസ്ഥാനം കൊല്ലം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം. പരിസ്ഥിതി ടൂറിസത്തിൽ ഉൾപ്പെടാത്ത സ്ഥലം ഏത്? വാഗമൺ. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ കണ്ണൂർ. തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. തെക്കേ അറ്റത്തെ ഗ്രാമം കളിയിക്കാവിള. വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. തെക്കേ അറ്റത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം. വടക്കേ അറ്റത്തെ കോർപ്പറേഷൻ കണ്ണൂർ. തെക്കേ അറ്റത്തെ ലോകസഭാ മണ്ഡലം തിരുവനന്തപുരം. വടക്കേ അറ്റത്തെ ലോകസഭാ മണ്ഡലം കാസർഗോഡ്. തെക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം. തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി, പത്തനംതിട്ട. ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഉടുമ്പൻചോല. ജനസംഖ്യ കൂടിയ ഏറ്റവും കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി, ഇടുക്കി. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം, കണ്ണൂർ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ്, ഇടുക്കി. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള വില്ലേജ് മാപ്ലാറ, ഇടുക്കി. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്, മലപ്പുറം. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ, കൊല്ലം.
കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത് അമ്പലവയൽ. ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി. ആദ്യ വനിതാ സൗഹൃദ പഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളം. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് പോത്താണിക്കാട്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടി. ആദ്യ പേയ്മെൻറ്റ് പഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കി. ഇടുക്കിയുടെ ആസ്ഥാനം പൈനാവ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി. കേരളത്തിലെ ആദ്യ ദേശീയ ഉദ്യാനമായ ഇരവികുളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ടീം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മൂന്നാർ. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളി. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? മലപ്പുറം. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. എറണാകുളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം കൊച്ചി. എറണാകുളത്തിൻ്റെ ഒരേയൊരു കോർപ്പറേഷൻ കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ FM സ്റ്റേഷൻ കൊച്ചി. നാവിക ദക്ഷിണ സേനയുടെ ആസ്ഥാനം കൊച്ചി. കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണ മേഖല കൊച്ചി. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം കൊല്ലം. തീർത്ഥാടക ടൂറിസത്തിൻ്റെ തലസ്ഥാനം പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ആറന്മുള. കോഴിക്കോടിൻ്റെ സാംസ്കാരിക തലസ്ഥാനം മാനാഞ്ചിറ. കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരം. കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാട്. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട. ആദ്യമായി 0 ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ജില്ല പത്തനംതിട്ട. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. കേരളം രൂപീകൃതമായ വർഷം 1956 നവംബർ 1. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക മൃഗം ആന. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഔദ്യോഗിക പാനീയം കരിക്കിൻ വെള്ളം. ദേശീയ ഉത്സവം ഓണം. ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി. ചിങ്ങം 1 ആചരിക്കുന്നത് കർഷക ദിനം. SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം ചെയ്യപ്പെട്ട ലോകസഭാ മണ്ഡലമേത്? ആലത്തൂർ. കേരള നിയമസഭയിൽ പട്ടികവർഗക്കാർക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 2. കേരളത്തിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14. കേരളത്തിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2. സുൽത്താൻ ബത്തേരി, മാനന്തവാടി. കേരളത്തിലെ ലോകസഭാ സംവരണ മണ്ഡലങ്ങൾ 2. ആലത്തൂർ, മാവേലിക്കര. പൂർണ്ണമായും കമ്പ്യൂട്ടർവൽകൃതമായ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് വെള്ളനാട്. ആദ്യ സാക്ഷരതാ പഞ്ചായത്ത് ശ്രീകണ്ഠാപുരം. ആദ്യ സമ്പൂർണ്ണ ജൈവ പഞ്ചായത്ത് പനത്തടി. ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ. ആദ്യ സാമ്പത്തിക സാക്ഷരതാ പഞ്ചായത്ത് മങ്കര. സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. പട്ടികജാതി നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല കണ്ണൂർ. തറികളുടെയും തിറകളുടെയും നാട് കണ്ണൂർ. ഭൂരഹിതർ ഇല്ലാത്ത ഇന്ത്യയിലെ ആദ്യ ജില്ല കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനമായി തിരഞ്ഞെടുത്ത വർഷം 2002. കേരളത്തിൽ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട്. പ്രാചീന കാലത്ത് പാലക്കാട് അറിയപ്പെട്ടിരുന്ന പേര് പൊറൈനാട്. കേരളത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിലൊന്നായ പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. പാലക്കാട് കോട്ട അറിയപ്പെടുന്ന മറ്റൊരു പേര് ടിപ്പു സുൽത്താൻ കോട്ട. പാലക്കാട് ജില്ലയുടെ തനത് കലാരൂപം കണ്യാർകളി. വയനാട് ജില്ലയിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? 3. വയനാട് ജില്ല രൂപീകൃതമായ വർഷം 1980 നവംബർ 1. വയനാട് ജില്ലയുടെ വിസ്തീർണം 2131 ചതുരശ്ര കിലോമീറ്റർ. വയനാട് ജില്ലയിലെ ജനസാന്ദ്രത 384 ചതുരശ്ര കിലോമീറ്റർ. സ്ത്രീ പുരുഷാനുപാതം 1035:1000. ലോകസഭാ മണ്ഡലങ്ങൾ 1. താലൂക്കുകൾ 3. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാരരഹിത ഗ്രാമമേതാണ്? വരവൂർ. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യത്തെ വില്ലേജ് ഒല്ലൂക്കര, തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം ഒല്ലൂക്കര, തൃശ്ശൂർ. കേരളത്തിൽ ആദ്യമായി 3D തിയേറ്റർ നിലവിൽ വന്നത് തൃശ്ശൂർ മ്യൂസിയത്തിൽ. കേരളത്തിലെ ആദ്യ ഇന്ത്യൻ കോഫി ഹൗസ് ആരംഭിച്ച ജില്ല തൃശ്ശൂർ 1958. കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം, തൃശ്ശൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി ആരംഭിച്ചത് തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റി ആലപ്പുഴ. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. വിസ്തീർണം കൂടിയ മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തറ. വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ള ജില്ല വയനാട്. തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിൻ്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം. വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള പ്രദേശം നീലേശ്വരം. വനങ്ങളില്ലാത്ത കേരളത്തിലെ ജില്ല ആലപ്പുഴ. റിസർവ് വനങ്ങൾ ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിലെ വനവിസ്തൃതി കൂടിയ ജില്ല ഇടുക്കി. ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടിയ ജില്ല വയനാട്. ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് 1957 ഓഗസ്റ്റ് 17. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ജില്ല ആലപ്പുഴ. ഇങ്ങനെ വിശേഷിപ്പിച്ചത് കേഴ്സൺ പ്രഭു. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കായംകുളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ നാഗരാജ ക്ഷേത്രം മണ്ണാർശാല. തമിഴ്നാടുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട്.
പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി 2695 മീറ്റർ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളുടെ എണ്ണം 9. 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഗോത്ര സമൂഹങ്ങൾ 35. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് ഊര്. ഊരിൻ്റെ നേതാവ് ഊരുമൂപ്പൻ. പമ്പയുടെ ദാനം കുട്ടനാട്. ചുണ്ടൻ വെള്ളങ്ങളുടെ നാട് കുട്ടനാട്. കേരളത്തിൻ്റെ നെതർലാൻഡ് കുട്ടനാട്. കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് വാഗമൺ. കേരളത്തിലെ ഊട്ടി റാണിപുരം. പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി. കേരളത്തിൻ്റെ വൃന്ദാവനം മലമ്പുഴ. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. കിഴക്കിൻ്റെ വെന്നീസ് ആലപ്പുഴ. സമുദ്രനിരപ്പിൽ നിന്നും 1.5 മീറ്റർ താഴ്ന്നു കിടക്കുന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ള. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴ 1857. തീരപ്രദേശമില്ലാത്ത കേരളത്തിലെ ജില്ല പാലക്കാട്. കടൽത്തീരമുള്ളതിൽ വലിയ ജില്ല മലപ്പുറം. കടൽത്തീരമുള്ളതിൽ ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ജില്ലകൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ചേർത്തല. തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഇല്യൂമിനൈറ്റ്, മോണോസൈറ്റ്. കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ. ആനമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമല, പഴനിമല, ഏഴിമല എന്നിവ സംഗമിക്കുന്നത് ആനമുടി. ഏതു ദേശീയ ഉദ്യാനത്തിൻ്റെ തെക്കുഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം. ആനമലയുടെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം നീലഗിരി. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ. ആനമുടിയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്നത് ആനമല. ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പഴനിമല. ആനമുടിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏലമല. നാഷണൽ അഡ്വഞ്ചർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ദേവികുളം. കേരളത്തിലെ ആദ്യ ബയോമെട്രിക് ATM നിലവിൽ വരുന്നത് മൂന്നാർ. ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്ന എടയ്ക്കൽ ഏത് ജില്ലയിലാണ്? വയനാട്. അമ്പുകുത്തിമലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? വയനാട്. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തിമലയിൽ. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് സുൽത്താൻ ബത്തേരി. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ മുള കണ്ടെത്തിയ പട്ടാഴി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. കൺസ്യൂമർ ഫെഡിൻ്റെ സഞ്ചരിക്കുന്ന മൊബൈൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ആദ്യമായി ആരംഭിച്ച ജില്ല കൊല്ലം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഇരട്ട മത്സ്യബന്ധന തുറമുഖങ്ങൾ ആയ നീണ്ടകരയും ശക്തികുളങ്ങരയും സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയത് ഫ്രെഡ് ഫോസൈറ്റ്. വയനാട്ടിലെ എടയ്ക്കൽ ഗുഹകളെക്കുറിച്ച് പഠിച്ച് ആദ്യമായി ആധികാരിക പഠനം നടത്തിയ വർഷം 1901.
വയനാടിനെയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരങ്ങൾ പെരിയ ചുരം, താമരശ്ശേരി ചുരം. കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരം പേരമ്പാടി ചുരം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാട്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കേരളത്തിൽ സഹ്യനു കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. NH 544 കടന്നുപോകുന്ന ചുരം പാലക്കാട് ചുരം. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരം. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത NH 744. താമരശ്ശേരി ചുരം നിർമ്മിക്കുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി കരിന്തണ്ടൻ. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം 2012 ജൂലൈ 1. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. പുതുശ്ശേരിയുടെ ഭാഗമായിട്ടുള്ളതും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്രദേശം മാഹി. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. കേരളത്തിലെ തെക്കുകിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടൽ. കേരളത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി ഉയരം 900 മീറ്റർ. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്തെ മലനിര അഗസ്ത്യാർ മലനിരകൾ. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം. തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് നീലഗിരി മല. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ അറിയപ്പെടുന്നത് ഏലം കുന്നുകൾ. പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ്റെ തലവൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ചുരം അരുവാമൊഴി ചുരം. കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വത നിര ഏതാണ്? പശ്ചിമഘട്ടം. ലോകത്തിലെ ജൈവ വൈവിധ്യ പ്രധാനമായ കേന്ദ്രങ്ങളിലൊന്നാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിൻ്റെ ശരാശരി നീളം 1600 കിലോമീറ്റർ. ഗുജറാത്ത്, മഹാരാഷ്ട്ര അതിർത്തി മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം 2012 ജൂലൈ 1. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. പുതുശ്ശേരിയുടെ ഭാഗമായുള്ളതും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്രദേശം മാഹി. കേരളത്തിലെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി. നദികളുടെ നാട് കാസർഗോഡ്. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ. ശില്പനഗരം കോഴിക്കോട്. കുടിയേറ്റക്കാരുടെ ജില്ല ഇടുക്കി. പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല കോട്ടയം. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ.
ഏറ്റവും കുറവ് പട്ടികവർഗക്കാരുള്ള ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ഭാഷകൾ തുളു, ബ്യാരി. തുളു അക്കാദമിയുടെ ആസ്ഥാനം മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ സംസാരിക്കുന്ന ലിപിയില്ലാത്ത ഭാഷ ബ്യാരി. പശ്ചിമ തീരത്തെ ആദ്യത്തെ ദീപസ്തംഭം പണികഴിപ്പിച്ച ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യ സിനിമാ സ്റ്റുഡിയോ ഉദയ. സ്വരാജ് ട്രോഫി ആദ്യമായി ലഭിച്ച പഞ്ചായത്ത് കഞ്ഞിക്കുഴി, ആലപ്പുഴ. രാജ്യത്തെ ആദ്യ സിദ്ധഗ്രാമം എന്ന ബഹുമതി നേടിയ ആലപ്പുഴയിലെ ഗ്രാമം ചെന്തിരൂർ. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് നാഫ്ത. കായംകുളത്തിൻ്റെ പഴയകാല നാമം ഓടനാട്. കായംകുളം താപവൈദ്യുത നിലയം സ്ഥാപിതമായ വർഷം 1999. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനതു ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗം ഗോത്രസമൂഹം. കേരളത്തിലെ പ്രധാന ഗോത്രവർഗങ്ങൾ പണിയർ, കുറിച്യർ. കേരളത്തിലെ ഹോളണ്ട്, കുട്ടനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല കാക്കനാട്. എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാട്. കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള കേരളത്തിലെ ഏക ദുർഗുണ പരിഹാര പാഠശാല കാക്കനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന പ്രദേശം വാഴക്കുളം, എറണാകുളം. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നത് എവിടെ? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിതമായത് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേരളത്തിൽ ആദ്യമായി സമുദ്ര ശാസ്ത്ര കോൺഗ്രസിന് വേദിയായ നഗരം കൊച്ചി. കേരളത്തിലെ ആദ്യ IPL ടീം കൊച്ചിൻ ടസ്കേഴ്സ് കേരള. കേരളത്തിൽ കരിമണ്ണ് പ്രധാനമായും കാണപ്പെടുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്ക്. കരിമണ്ണ് അറിയപ്പെടുന്ന മറ്റു പേരുകൾ കറുത്ത പരുത്തി മണ്ണ്, റിഗർ മണ്ണ്. കറുത്ത മണ്ണിൻ്റെ pH മൂല്യം 7 മുതൽ 8.5 വരെ. പരുത്തി, നിലക്കടല, കരിമ്പ് എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കരിമണ്ണ് അഥവാ കറുത്ത മണ്ണ്. കേരളത്തിൽ ചെമ്മണ്ണ് പൊതുവെ കാണപ്പെടുന്നത് തിരുവനന്തപുരത്തിൻ്റെ തെക്കുഭാഗത്താണ്. ചെമ്മണ്ണിന് ചുവന്ന നിറം ലഭിക്കാനുള്ള കാരണം അയൺ ഓക്സൈഡിൻ്റെ സാന്നിധ്യം. വേനൽക്കാലത്തെ ശരാശരി മഴ 40 സെൻറ്റിമീറ്റർ. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഉഷ്ണമേഖല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി. കേരളത്തിലെ ശരാശരി വാർഷിക വർഷാനുപാതം 300 സെൻറ്റിമീറ്റർ. കേരളത്തിലെ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. ഇരുമ്പ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകൾ കോഴിക്കോട്, മലപ്പുറം. ഗ്രാഫൈറ്റ് നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ചിറ്റൂർ. കേരളത്തിൽ തീരദേശ മണലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആണവ ധാതു തോറിയം.
കേരളത്തിൽ ഇലുമിനേറ്റിൻ്റെയും മോണോസൈറ്റിൻ്റെയും നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല കൊല്ലം. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം തോറിയം. കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് നിക്ഷേപം കാണപ്പെടുന്ന പ്രദേശം തണ്ണീർമുക്കം, വൈക്കം, വാടാനപ്പള്ളി, കൊടുങ്ങല്ലൂർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ മേപ്പാടി, വൈത്തിരി, മാനന്തവാടി, നിലമ്പൂർ. കേരളത്തിൽ രത്ന നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം. കേരളത്തിൽ അഭ്ര നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിത്തൂറ, കഴക്കൂട്ടം, മേനക്കുളം, ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പുറം, തൈക്കാട്ടുശ്ശേരി, വരനാട്. വലിയ തോതിൽ മോണോസൈറ്റ് കാണുന്നത് ഏത് സ്ഥലത്താണ്? കേരളം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്